കാസർഗോഡ് ജപ്തിയുടെ പേരിൽ കേരള ബാങ്കിന്റെ കൊടും ക്രൂരതയെന്ന് പരാതി. ആളില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറിയ സാധനങ്ങൾ പുറത്തിട്ട് വീട് സീൽ ചെയ്തു എന്നാണ് ആക്ഷേപം. കാസർഗോഡ് പറപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടിന് നേരെയാണ് നടപടി. കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടി എന്നാണ് കേരള ബാങ്ക് നീലേശ്വരം ശാഖയുടെ വിശദീകരണം. അരുൺ പാറക്കൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, നമ്മൾ നേരത്തെ കുടുംബത്തിന്റെ പ്രതികരണം കണ്ടതാണ്. കേരള ബാങ്ക് അധികൃതർ ഔദ്യോഗികമായി ഇപ്പോൾ എന്താണ് പറയുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ, കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ചേനച്ചാടി തൂക്കപ്പിലാവ് സ്വദേശി ജാനകിയുടെ വീടാണിത്. വീട്ടിൽ കേരള ബാങ്ക് സ്ഥാപിച്ച ജപ്തി നടപടികൾക്കായി സ്ഥാപിച്ച ബോർഡാണ്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ്, ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് ഈ ജപ്തി നടപടി ഉണ്ടാവുന്നത്. ഈ സമയത്ത് ഈ വീട്ടിലുള്ളവർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോയിരിക്കുകയായിരുന്നു. ജാനകിയുടെ കണ്ണിൻ്റെ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിലേക്ക് പോയ സമയത്താണ് ഈ ബാങ്കിൻ്റെ, അതായത് നീലേശ്വരം ശാഖ, കേരള ബാങ്കിൻ്റെ നീലേശ്വരം ശാഖയിൽ നിന്നുള്ള ബാങ്ക് അധികൃതരും പോലീസും ഒക്കെ എത്തി ഈ ജപ്തി നടപടി ചെയ്തത്. ഇതാണ് നമുക്ക് ഈ വീട്ടിലെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വീട്ടിനകത്തെ സാധനങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് ബാങ്ക് അധികൃതർ വലിച്ചിട്ടിരുന്നു. ഒപ്പം ഈ അമ്മ, അതായത് ജാനകിയെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടർ, അത് ഒരു ട്രസ്റ്റ് ഇവർക്ക് കൊടുത്തതാണ്. ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കണമെങ്കിൽ പോലും ഈ വീട്ടിനകത്താണ് വൈദ്യുതിക്കുള്ള പ്ലഗ് പോയിന്റ് ഉള്ളത്. ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണി മുതൽ ഇവരിങ്ങനെ പുറത്ത് ഇരിക്കുകയാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. 75 വയസ്സുകാരിയായ ജാനകിയുണ്ട്. ഒപ്പം ജാനകിയുടെ മകൻ വിജേഷും ഭാര്യയുമുണ്ട്. ഇവരിങ്ങനെ പുറത്തിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഒരു വഴിയില്ലാത്തൊരു അവസ്ഥയിലാണ്. ഇതുവരെയും ബാങ്ക് അധികൃതർ ഇതിനൊരു മറുപടി നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊരു മറുപടി നൽകിയിട്ടില്ല. അവർ പറയുന്നത് കോടതി ഉത്തരവ് ഞങ്ങൾ പാലിച്ചു എന്നുള്ളതാണ്. എന്തായാലും 2,90,000 രൂപ അടയ്ക്കണമെന്നാണ് ഇവരോടിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ 2,90,000 അടച്ചിട്ടില്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ കഴിയാൻ സാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കട്ടിലും അതുപോലെ തന്നെ തുണികൾ ഉൾപ്പെടെ, കുറച്ച് തുണികൾ ഉൾപ്പെടെ പുറത്തേക്കിട്ടുണ്ട്. ബാക്കിയൊക്കെ വീടിനകത്താണെന്ന് പറയുന്നുണ്ട്. ക്രൂരമായ നടപടിയാണ്. ഇതിനൊരു പരിഹാരമുണ്ടാവണം. സർക്കാർ ഇടയ്ക്കിടയ്ക്ക്, അതായത് ജപ്തി നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് സർക്കാരും മുഖ്യമന്ത്രിയുമൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ പതിവാവുകയാണ്. ഉന്മേഷ്, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.